നമ്മുടെ വീട്ടുമുറ്റത്തും വേലിപ്പടർപ്പുകളിലും പടർന്നു വളരുന്ന പല ചെടികളെയും നമ്മൾ വെറും കളകളായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ ആ കൂട്ടത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു അത്ഭുത മരുന്നിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതിന്റെ പേര് പാടത്താലി. പാടക്കിഴങ്ങ് എന്നും പുഴുക്കൊല്ലി എന്നും അറിയപ്പെടുന്ന ഈ വള്ളിച്ചെടി ആയുർവേദത്തിൽ പല സങ്കീർണമായ രോഗങ്ങൾക്കുമുള്ള ഒരു സിദ്ധൌഷധമാണ്. ആയുർവേദ ചികിത്സയിൽ പനികളെ ശമിപ്പിക്കാൻ പാടക്കിഴങ്ങ് എത്രത്തോളം ഫലപ്രദമാണെന്നറിയാമോ? ശരീരത്തിന്റെ സ്വാഭാവിക താപനില ക്രമീകരിക്കാനും പനിയോടൊപ്പമുണ്ടാകുന്ന വിറയൽ, ശരീരവേദന എന്നിവ കുറയ്ക്കാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ പാടത്താളി ഒരു വലിയ അനുഗ്രഹമാണ്. കുട്ടികളിലെ പനി, ചുമ, ജലദോഷം എന്നിവയെ പ്രതിരോധിക്കാൻ നാം സാധാരണയായി ഉപയോഗിക്കുന്ന ഗോപീചന്ദനാദി ഗുളികയിലെ ഒരു പ്രധാന ചേരുവ ഈ പാടക്കിഴങ്ങാണ്. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനുള്ള ഇതിന്റെ കഴിവ് ചർമ്മരോഗങ്ങളെ ചികിത്സിക്കാൻ സഹായിക്കുന്നു. ചൊറിച്ചിൽ, സോറിയാസിസ്, മുറിവുകൾ, വിട്ടുമാറാത്ത വ്രണങ്ങൾ എന്നിവയ്ക്ക് പാടത്താളി ചേർത്ത എണ്ണകൾ പുറമേ പുരട്ടുന്നത് പെട്ടെന്ന് ഫലം നൽകും. പ്രസവാനന്തരം അമ്മമാരിലുണ്ടാകുന്ന മുലപ്പാലിലെ പഴുപ്പ് മാറാനും മുലപ്പാൽ ശുദ്ധീകരിക്കാനും പാടത്താലി വിശേഷപ്പെട്ടതാണ്. മുത്തങ്ങാക്കിഴങ്ങിനൊപ്പം ഇത് ചേർത്ത് നൽകുന്നത് മുലപ്പാൽ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പാൻക്രിയാസിലെ വീക്കം, നീര്, പഴുപ്പ് എന്നിവ മാറി പാൻക്രിയാസ് പൂർവ്വസ്ഥിതിയിലാകാൻ പാടത്താലി ഉൾപ്പെട്ട ഔഷധക്കൂട്ടുകൾ ആയുർവേദം നിർദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ മൂലക്കുരു, ഫിസ്റ്റുല തുടങ്ങിയ രോഗങ്ങൾക്ക് മോരിൽ പുഴുങ്ങി തയ്യാറാക്കുന്ന ഇതിന്റെ ഗുളികകൾ അത്ഭുതകരമായ മാറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിന്റെ ചില നാട്ടുപ്രയോഗങ്ങൾ നോക്കാം. പണ്ട് നമ്മുടെ കാരണവന്മാർ കാട്ടിൽ വിറകിനും മറ്റും പോകുമ്പോൾ അട്ടയുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പാടത്താലി കൊണ്ട് ഒരു വിദ്യ ചെയ്യുമായിരുന്നു. പാടത്താളിയുടെ ഇലയും വേരും ചതച്ചു പിഴിഞ്ഞ നീര് വെളിച്ചെണ്ണയിൽ കാച്ചി പുരട്ടിയാൽ പിന്നെ ഒരു അട്ട പോലും നിങ്ങളെ കടിക്കില്ല. അതുകൊണ്ടാണ് ഇതിനെ പുഴുക്കൊല്ലി എന്ന് വിളിക്കുന്നത്. മാത്രമല്ല, മുടിക്ക് നല്ല തിളക്കം കിട്ടാനും താരനും ചൊറിച്ചിലും മാറ്റാനും പാടത്താലിയുടെ ഇല കൊണ്ടുള്ള താളി ഒരു മികച്ച പ്രകൃതിദത്ത ഷാംപൂവാണ്. പശു പ്രസവിക്കുമ്പോൾ കിടാവിന് ആദ്യ തീറ്റയായി ഇതിന്റെ ഇല നൽകുന്നതും നാട്ടിൻപുറത്തെ പതിവാണ്. സത്യത്തിൽ ഇതിന്റെ ഗുണങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. നമ്മുടെ പൂർവികർ വിവിധ രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതിനെ ഏതൊക്കെ രീതിയിൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഓരോ ഔഷധ പ്രയോഗങ്ങളും അതിൽ നിങ്ങൾക്ക് വായിക്കാം. ആ ബ്ലോഗിന്റെ ലിങ്ക് താഴെ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്.